നിങ്ങൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് ജീവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പോലെ തന്നെ ഉത്തരം പറയാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ എന്തിനെഴുതുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കഥ എന്നുള്ളത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം നമുക്കിത് ഒരുപാട്, കാരണം പ്രത്യേകിച്ച് പാരീസ് റിവ്യൂ ഇൻ്റർവ്യൂസിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാവാം. പക്ഷേ എല്ലാ എഴുത്തുകാരുടെയും ഉത്തരങ്ങൾക്ക് എവിടെയൊക്കെയോ ഒരു സമാനതയുണ്ട്. എന്നെ സംബന്ധിച്ച് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ അടുത്ത ഒരു കാലം മുന്നോട്ട് വയ്ക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എഴുത്ത് എന്ന് പറയുന്ന, എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു മൂലകമാണ്. അത് പലപ്പോഴും ഞാൻ വളരെ വൈകി മാത്രം തിരിച്ചറിഞ്ഞ ഒരവസ്ഥ കൂടിയാണ്. കാരണം എനിക്കെന്താണ് കഥ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന സമയത്താണ് ശരിക്കും ഞാൻ കഥ എന്ന് പറയുന്ന ആ ഒരു മീഡിയത്തോട് അത്രയേറെ സിൻസിയറായിട്ട് എൻ്റെ തന്നെ ഈ പറയുന്ന രക്തവും മാംസവുമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരുപക്ഷെ കഥയില്ലെങ്കിൽ പിന്നെ എൻ്റെ കഥ തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ മറ്റ് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും പ്രതികൂലമായാലും കഥയുടെ ഒരു നിമിഷത്തെ ഒരു വാക്കിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം പ്രതികൂലമായാൽ ഞാൻ തീർച്ചയായിട്ടും തകർന്നു പോകുന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. അപ്പം അതുകൊണ്ട് ഞാനെന്ന് പറയുന്ന ഒരാളെ ജീവിപ്പിക്കുന്നതും ഞാനെന്ന് പറയുന്ന ആളുടെ ശ്വാസവും കഥ തന്നെയാണ്. അത് വളരെ തീർത്തും വ്യക്തിപരമാണ്. കാരണം അത് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്ന് പറയുന്ന ആളെ നിലനിർത്തുന്ന മണ്ണ് അല്ലെങ്കിൽ അതിൻ്റെ ഭൂമി കഥ തന്നെയാണ്. നമുക്ക് കടലാണോ ചെറുതോടാണോ വലുതെന്ന് ചോദിച്ചാൽ, കാഴ്ചയിൽ കടലിൻ്റെ വലിപ്പം നമ്മളെ ഭ്രമിപ്പിക്കാം, അതിൻ്റെ ആഴം നിങ്ങളെ ഭ്രമിപ്പിക്കാം. പക്ഷെ ഒരു തോട് അത് നിലനിർത്തുന്ന സൗന്ദര്യവും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലത്തെ അതിൻ്റെ ഒഴുക്കും അത് ഉണ്ടാക്കുന്ന മറ്റൊരു കാഴ്ചയും അതുണ്ടാക്കുന്ന തണുപ്പും അതിലെ വെള്ളവും അതിലെ ജീവജാലങ്ങളും വളരെ പ്രധാനമാണ്. ഒന്നൊന്നിനേക്കാൾ വലുതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പലപ്പോഴും ചെറുകഥ, കാരണം നമുക്ക് ചെറുകഥയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാവുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഉദാഹരണം ബോർഹസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ബോർഹസ് ഒരു നോവൽ പോലും എഴുതിയിട്ടില്ല. മലയാളത്തിൽ പട്ടത്തുള്ള കരുണാകരൻ ഒരു നോവൽ പോലും എഴുതിയിട്ടില്ല. ഇവരെല്ലാം തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. പിന്നെ ഈ കാർലോസ് ഫിയൻഡസ് പറയുന്ന പോലെ നോവൽ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു തോണി ഇറക്കി കടലിലേക്ക് തുഴയാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. എന്നെ സംബന്ധിച്ച് നോവൽ എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസിലേക്ക് എത്തേണ്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ ഞാനത് എഴുതേണ്ട സമയമായി എന്നുള്ളൊരു തോന്നലില്ലാത്തതുകൊണ്ട് തന്നെ ഞാനതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. പക്ഷേ ഒരു ഇന്നോവേറ്റബിളായ ഒരു കാര്യമാണ് നോവൽ എന്ന് പറയുന്നതിനോട് എനിക്ക് തീർത്തും അത്തരം ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വാസവുമില്ല. ഞാൻ കഥയുടെ ആ ചെറിയ എന്നാൽ വലിയ ലോകത്തിൽ ഇപ്പോൾ വളരെയധികം സാറ്റിസ്ഫൈഡാണ്. എൻ്റെ മനസ്സിൽ വരുന്ന കഥയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ തീമുകൾ ഒരിക്കലും കുറച്ചുകൂടി വളരെ ഈ പറയുന്ന സ്ഥൂലമായ ലോകത്തിലേക്ക് പോകാനായിട്ട് താല്പര്യം കാണിക്കാത്തവയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആ 4 അതിരുകളിൽ നിൽക്കുന്നു. ഞാൻ ചെറുകഥയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുകയും അതിൽ തന്നെ തുടരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. നോവൽ എന്ന് പറയുന്ന വലിയ ക്യാൻവാസിലേക്ക് കഥാപാത്രങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു സമയത്ത് ഒരു പക്ഷേ നോവൽ എഴുതിയേക്കാം. സർവ്വചരാചരങ്ങളിൽ, അത് ഈ പറയുന്ന നമ്മളിപ്പം കല്ലിനായാലും മരത്തിനായാലും ഒരു കട്ടിൽക്കാലിനായാലും നമ്മോട് പറയാൻ കുറേ കഥകളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളോട് പറയാൻ അവ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവാം എന്നുള്ളൊരു ചില തോന്നലുകളുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ ക്ലീഷേ ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. അതായത് ചില ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ചില മേഘങ്ങളുടെ ഫോർമേഷൻ, അതൊരു കരടിയുടെ രൂപമാവാം, അല്ലെങ്കിൽ ഒരു മുയലിൻ്റെ രൂപമാവാം. അങ്ങനെ പല രൂപങ്ങളിൽ അവ നമ്മളെ അവിടെ നിന്നിങ്ങോട്ട് നോക്കുന്നത് കാണാം. ഇതുപോലെ തന്നെയാണ് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ വാൻഗോഗിൻ്റെ മുറി അദ്ദേഹം വരച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഈ മുറി എനിക്ക് എവിടെയോ പരിചിതമാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ
ആ മുറിക്ക് നമ്മളോട് പറയാൻ ചില കാര്യങ്ങളുണ്ടെങ്കിൽ എവിടെയാണ് ജീവൻ എന്ന് പറയുന്നതെന്ന് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള എന്നെ സംബന്ധിച്ചൊരു വലിയൊരു സന്ദേഹമാണ്. ഇത് പലപ്പോഴും ഞാൻ എൻ്റെ മുറിയിൽ പലപ്പോഴും ഞാൻ എൻ്റെ ലോഡ്ജ് മുറിയിൽ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ എട്ടുകാലിയും അവിടുത്തെ പാറ്റയും അല്ലെങ്കിൽ അവിടുത്തെ മുറിയിലെ ഈ പറയുന്ന അചേതനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതിനും ഈ പറയുന്ന വളരെ ചേതനയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു പക്ഷെ നമ്മുടെ ഭയങ്കര ഭയങ്കര വ്യക്തിപരമായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, നമ്മുടെ ചില വസ്തുക്കളോടുള്ള ചില കമ്മ്യൂണിക്കേഷനിൽ നിന്നായിരിക്കാം ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കഥയിൽ ഒരു ഒറ്റപ്പെടലിനേക്കാൾ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഈ പറയുന്ന കല്ലിനും മണ്ണിനും അല്ലെങ്കിൽ ചെറിയ മരത്തടിക്കുമൊക്കെ തന്നെ ജീവനുള്ളതായി തോന്നുന്ന പല നിമിഷങ്ങളും എനിക്കുണ്ട്. അത് ഭയങ്കര ഭയങ്കര വ്യക്തിപരമായിട്ടുള്ള ചില തോന്നലുകളിൽ നിന്നുണ്ടാവുന്നതായിരിക്കാം. ഒരുപക്ഷെ മനുഷ്യാലയേന്ദ്രിക എന്നുകൊണ്ട് കഥയ്ക്കകത്ത് ഈ പറയുന്ന ആ വീടിന് തന്നെ ഒരു കഥ പറയാനുണ്ടാവും. നമ്മുടെ ചില വിശ്വാസങ്ങളാണ്, നമുക്ക് മാത്രമാണ്, മനുഷ്യൻ്റെ അഹന്തയിൽ നിന്നാണ് പലപ്പോഴും അത്തരം ചില കാര്യങ്ങളുണ്ടാവുന്നത്. ഒരു കോഴി എന്താണ് ചിന്തിക്കുന്നത്, ഒരു പശു എന്താണ് ചിന്തിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു മരം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാതെ പോകുന്നിടത്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഞാൻ അത് അവരുടെ പക്ഷത്ത് നിന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ലോകത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന അചേതനമെന്ന് നമ്മൾ പറയുന്ന വസ്തുക്കൾ കുറച്ചുകൂടി ചേതനയുള്ളതായി തോന്നുന്നു. അതാണ് എൻ്റെ കഥകളിൽ ഈ പറയുന്ന ജീവജാലങ്ങളെല്ലാം തന്നെ വന്നു നിറയുന്നത്. എനിക്ക് എൻ്റെ വീടിനടുത്ത് ഉള്ള ഒരു വളരെ പ്രായമുള്ളൊരു കക്ഷി ഉണ്ടായിരുന്നു. പുള്ളി നമ്മൾ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന കൊടിഞ്ഞി എന്ന് പറയുന്ന ഒന്ന്, ഈ കൊടിഞ്ഞി വിലക്കുക എന്ന് പറയും. അത് ഭയങ്കര രസമായിട്ട് പുള്ളി കൊടിഞ്ഞി വിലക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞിട്ടുള്ള ചില കഥകളുണ്ട്. എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ ഈ പുളിയാമ്പള്ളി നമ്പൂരിയുടെയും കടമറ്റത്തച്ഛൻ്റെയും പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, അത് ശരിക്കും വെച്ചുപൂജ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു. അപ്പം എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ അറിയാമായിരുന്നു, ഈ കുട്ടികളുടെ കരച്ചിൽ നിർത്താനുള്ള ചെറിയ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ തന്നെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു മുത്തച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഒന്ന് നല്ല കാപിടുത്തമുള്ള തെങ്ങാണല്ലോ എന്ന് പറയുമ്പോൾ പോയി കഴിഞ്ഞ് 5 മിനിറ്റ് പോലും വേണ്ട, തെങ്ങിലെ മുഴുവൻ തേങ്ങയും താഴെ പോകുന്ന കണ്ടിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു അന്ധവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതല്ല. ചിലതരം മാജിക്കുകൾ പലപ്പോഴും ഇത്തരം നമ്മുടെ നാട്ടിൻപുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കഥകളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന അത്തരം മനുഷ്യരോ അത്തരം കാഴ്ചകളോ വന്നു പോകുന്നതെങ്കിൽ സ്വാഭാവികമാണ്. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്ത്രികതയാണ്. അതൊരു മാജിക്കൽ റിയലിസം ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട, ഞാൻ അനുഭവിച്ച, ഞാൻ കേട്ടറിഞ്ഞ ഒരു ലോകം കഥകളിലൂടെ വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് ഏത് കള്ളിയിൽ തിരിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കൊരിക്കലും നാട്ടിൻപുറത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്ന ഭയങ്കര ഒരു കോസ്മോപോളിറ്റൻ, എന്താ പറയേണ്ടത്, ഒരു മെട്രോ ലൈഫിൻ്റെ ഒരാളാണ് ഞാൻ. എനിക്കൊരിക്കലും ഒരു നാട്ടിൻപുറത്തെ പച്ചപ്പും തണലിലും ജീവിക്കാൻ പറ്റുന്ന ഒരാളേ അല്ല. ഒട്ടും തന്നെ ഒരു നാട്ടിൻപുറത്തുകാരനോ നൊസ്റ്റാൾജിയോ ഉള്ളിലുള്ള ഒരാളും അല്ല ഞാൻ. ഭയങ്കര വേറെ രീതിയിൽ ഞാൻ എന്നെ ആ രീതിയിൽ മാറ്റിയെടുത്തിട്ടുള്ള ഒരാളാണ്. എനിക്കൊരിക്കലും ഈ പറയുന്ന, പക്ഷെ എൻ്റെ കഥകളിൽ ഈ പറയുന്ന പോലെ ഒരു നാട്ടിൻപുറവും അല്ലെങ്കിൽ അതിൻ്റെ നാട്ടുജീവിതങ്ങളും നാട്ടുഭാഷയും വരുന്നുണ്ട്. കാരണം പലപ്പോഴും നഗരത്തിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് കഥകൾ എൻ്റെ ഓർമ്മയിലേക്ക്, എൻ്റെ വഴങ്ങുന്ന ഭാഷയിലേക്ക്, എൻ്റെ കാഴ്ചയിലേക്ക് ആദ്യം വരുന്നത് മുഴുവൻ ഞാൻ ജീവിച്ച ജീവിതത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന ഒരു നാട്ടിൻപുറമാണ്. അവിടെ നിന്ന് കഥകൾ തീരുമ്പോൾ മാത്രമാണ് ഞാൻ പലപ്പോഴും നഗരം എന്ന് പറയുന്ന ഒന്നിലേക്ക് കയറാൻ ഒരു പക്ഷേ ശ്രമിക്കുന്നത്. പക്ഷേ നഗരത്തേക്കാൾ കൂടുതൽ എൻ്റെ എഴുത്തിലേക്ക് വരുന്നത് പലപ്പോഴും ഞാൻ അറിയാതെ തന്നെ വരുന്നത് കുടമാളൂരും കോട്ടയവും അല്ലെങ്കിൽ ഞാൻ കണ്ട മനുഷ്യരും അവരുടെ വാക്കുകളും ഒക്കെ തന്നെയാണ്. പലപ്പോഴും അവിടുത്തെ കഥ തീരുമ്പോൾ മാത്രമായിരിക്കും പക്ഷെ നഗരത്തിലോട്ട് വരാൻ സാധ്യത. കഥകൾ തരുന്നത് ഈ പറയുന്ന കോട്ടയവും കുടമാളൂരും അവിടുത്തെ മണവും അവിടുത്തെ പശുക്കളും ഒക്കെ തന്നെയാണ്. അത് പലപ്പോഴും ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ എനിക്കൊട്ടും നൊസ്റ്റാൾജിക്കായിട്ടൊരു മനുഷ്യനല്ല, ഒട്ടും കാൽപ്പനികനായിട്ടുള്ള ഒരാളല്ല. എനിക്കത് ഇഷ്ടമല്ല. കാരണം ഞാൻ ഈ ഒരു മലയാളിയുടെ ഗ്രഹാതുരത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്നിനോട് ഒട്ടും തന്നെ താല്പര്യമുള്ള ഒരാളല്ല. മഴ കാണുമ്പം
ഭയങ്കര മനസ്സ് കുളിർത്തു പോകുന്ന ഒരാളല്ല. കാരണം മഴ നനയുമ്പോൾ എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളുടെ വീട് ചോർന്നൊലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മഴയുണ്ടാക്കുന്ന ഒരുപാട് ദുരിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ മഴ പെയ്യുമ്പോൾ എനിക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കാൻ കഴിയുമ്പോൾ എൻ്റെ സുഹൃത്ത് അനുഭവിക്കുന്ന പെയിൻ എന്താണെന്ന് ഞാൻ എനിക്കറിയാം, നേരിട്ടറിയാം. അപ്പോൾ മഴ എന്നെ സംബന്ധിച്ചിടത്തോളം റൊമാൻറ്റിക് അല്ല. കാരണം മലയാളിയുടെ ഈ പറയുന്ന സോക്കോൾഡ് ഗ്രഹാതുരത്വം ഇല്ലാത്തൊരാളാണ് ഞാൻ. എൻ്റെ കഥയിലും അത്തരം ഒട്ടും തന്നെ, എൻ്റെ കഥകൾ ഒട്ടും കാൽപ്പനികമല്ല. എൻ്റെ കഥകൾ കാൽപ്പനികമല്ലാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഞാൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ മാറ്റിയെടുത്തത് കൊണ്ടാവാം. മലയാളിയുടെ പൊതുബോധത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കഥയിൽ അതുകൊണ്ട് തന്നെ നാട്ടിൻപുറമുണ്ടെങ്കിലും നാട്ടുജീവിതത്തിൻ്റെ ഈ പറയുന്ന വളരെ കുശുമ്പും അതിൻ്റെ ഭയങ്കര കുറേ ഈ പറയുന്ന അഹന്തകളും അതിൻ്റെ തോന്നലുകളും തോന്നിയവാസങ്ങളും ഉള്ള ഒരു രീതിയാണ് എൻ്റെ കഥകളുടേത്. ഈ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്തിൻ്റെ എല്ലാത്തരം കുശുമ്പുകളും അതിലെ വഴക്കുകളും അവിടുത്തെ ജീവിതത്തിൻ്റെ ഒളിസേവകളും എല്ലാം ഉള്ള ഒരു കഥകളാണ് എൻ്റേത്. ശ്രീനാരായണ ഗുരു കല്യാണം കഴിച്ചു എന്ന് അറിയുന്നവർ തന്നെ നമ്മുടെ മലയാളികളിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേരായിരുന്നു കാളിയമ്മ. കാളിയമ്മയുടെ ജീവിതത്തെക്കുറിച്ചിട്ട് വളരെ വളരെ ഒരു വാക്കിലൊക്കെയാണ് ഇപ്പോൾ കുമാരനാശൻ പോലും ഗുരുവിനെക്കുറിച്ച് എഴുതുന്ന ജീവചരിത്രത്തിൽ ഒരു വരിയാണ് എഴുതി പോയിരിക്കുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഗുരുവിന് ഒരുപാട് ജീവചരിത്രങ്ങളുണ്ട്. പക്ഷേ കാളിയമ്മയുടെ ജീവിതം എന്തായിരുന്നു എന്ന്, അല്ലെങ്കിൽ കാളിയമ്മ എവിടെ നിന്ന് ജീവിച്ചു എന്നുള്ളത്, കാളിയമ്മയുടെ പിൽക്കാല ജീവിതം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഇവിടെ നിന്നിട്ടാണ് ഞാൻ കാളിയമ്മയുടെ ജീവിതം റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ സമയത്തെ ഒരു ഭാഷയും ആ സമയത്തെ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് മാറണം, അതിൻ്റെ നറേറ്റീവ് സ്ട്രക്ചർ മാറണം. ആ കാലം തന്നെ പുനർനിർമ്മിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ സ്വഭാവവും ആ ഒരു രീതിയിലേക്ക് മാറണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് കാളിനാടകത്തിൻ്റെ ഭാഷയും അതിലെ ഈ പറയുന്ന നറേറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ മുഴുവൻ പരിചരണത്തിലും മറ്റൊരു ഒരു പിരീഡ് തന്നെ ഉണ്ടാക്കേണ്ടി വന്നത്. അത് നമ്മളൊന്നിനെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്, കാളിയമ്മ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ലാംഗ്വേജ് അത്രയേറെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് കാളിനാടകം എന്ന് പറയുന്ന കഥ ആ രീതിയിൽ എഴുതപ്പെട്ടത്. കഥയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും എഴുതുവാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കാരണം ഞാൻ വർഷത്തിൽ 1-2 കഥ മാത്രം എഴുതുന്നൊരു മനുഷ്യനാണ്. കാരണം കഥ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എഴുതുന്നത് 2 കഥയാണെങ്കിൽ കൂടി ഈ പറയുന്ന 365 ദിവസം എൻ്റെ ഉള്ളിലൂടെ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ കഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. കാരണം അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് 1-2 കഥകളാവാം. തിരക്കഥ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്നത് പോലെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ജനസമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ചേരുവകൾക്കനുസരിച്ചിട്ടാണ് എഴുതപ്പെടുന്നത്. കഥ എന്നെ സംബന്ധിച്ച് ഒറ്റമുറിയിൽ ഈ പറയുന്ന ഒരു കടലാസിൻ്റെ മുന്നിൽ നമ്മൾ തന്നെ നമ്മളെ നേരിടാൻ ഭയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഒരു വർഷത്തിൽ 10, 20, 25 കഥകൾ എഴുതുന്ന ആൾക്കാരുണ്ടാവാം. അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചില പരിമിതികളാവായത്. എനിക്കൊരു കഥ എഴുതുക എന്ന് പറയുന്നത് അത്രയും പെയിൻഫുള്ളായൊരു കാര്യമാണ്. അത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം എഴുതുന്നതാണ്. അത് മറ്റേ ലോകത്തിൻ്റെ ആ സമയത്ത് മുന്നിൽ ആരുമില്ല. എന്നിലെ വായനക്കാരൻ തൃപ്തിപ്പെടുമ്പോൾ മാത്രമാണ് ഞാനത് അയക്കുന്നത്. എന്നിലെ എഴുത്തുകാരന് അത്രയേറെ തൃപ്തി തോന്നുമ്പോൾ മാത്രമാണ് ഒരു ടീം ഞാൻ സെലക്ട് ചെയ്യുന്നത്. തിരക്കഥ അങ്ങനെയല്ല. തിരക്കഥ പലപ്പോഴും ഒരു കൂട്ടായ ശ്രമമാണ്. അതിലൊരുപാട് കോംപ്രമൈസുകളുണ്ട്. അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അതിൽ 5ാമത്തെ സീനിൽ ഇങ്ങനെ ആവണമെന്നും 10ാമത്തെ സീൻ ഇങ്ങനെ ആവണമെന്നുമുള്ള പൂർവ്വനിശ്ചിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവാം. അതിൽ അഭിനയിക്കുന്ന ആളുടെ ഹീറോയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി എഴുതുന്ന വാക്കുകളുണ്ടാവാം. അത് നമ്മൾ ഈ പറയുന്നത് പോലെ നാടൻ ഭാഷയിൽ ഒരു തച്ചുപണിയാണ് ശരി. മറ്റേതല്ല. മറ്റേതിലെ തച്ചൻ അവന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന രാഗി മൂർച്ച കൂട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ രാഗി കളഞ്ഞ് പദം വരുത്തിയെടുക്കേണ്ട ഒരു തടിയാണ്. അതിൽ നമ്മളുടെ തന്നെ നമുക്ക് തന്നെ ഒരു തേയ്മാനം ഉണ്ടാവും. അതിൽ നമുക്ക് തന്നെ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും കഥയിൽ. മറ്റേത് ആത്യന്തികമായിട്ട് അതൊരു വലിയൊരു മോബിന് വേണ്ടി, ഒരു മാസിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നതാണ്. മറ്റേത്
ഒറ്റയ്ക്ക് ഒരുവൻ അവൻ്റെ തന്നെ വിധി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കഥ എഴുതുന്നത് തിരക്കഥയും തമ്മിലുള്ള വളരെ ഈ പറയുന്ന രാത്രിയും പകലും പോലുള്ള വലിയൊരു വ്യത്യാസം ഉണ്ട്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഇപ്പം അതെന്ന് പറഞ്ഞ കഥയും അതുപോലെ തന്നെ തോടിനപ്പുറം പറമ്പിനപ്പുറം എന്ന് പറയുന്ന കുരുടി ഉമ്മച്ചിയുടെ കഥയും ചേരുമ്പോഴാണ് ശരിക്കും ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത്. നല്ലൊരു സിനിമ എഴുതുക എന്നുള്ള ഒരു നിശ്ചയത്തിൻ്റെ പേരിലാണ് അത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. മറ്റേ 2 സിനിമകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുപാട് മൂലധനം അതിന് പിന്നിലിറക്കുകയും അതിന് വലിയ താരങ്ങളുണ്ടാവുകയും അത് ഒരു ബോക്സ് ഓഫീസിലേക്ക് ഹിറ്റാവണമെന്ന് ആഗ്രഹിക്കുകയും അതിന് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡയലോഗുകൾ എഴുതിയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട് അതിന്. മറ്റു 2 സിനിമകൾക്കും അതില്ല. അപ്പം ഈ 2 വ്യത്യാസം ഈ പറഞ്ഞ ബ്രിഡ്ജും കുള്ളൻ്റെ ഭാര്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ബിഗ് ബി പോലൊരു സിനിമയിലെ കൊച്ചി വഴിയെ കൊച്ചിയല്ല എന്ന് പറഞ്ഞ ഡയലോഗ് എഴുതുമ്പം അത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു വലിയ താരം അല്ലെങ്കിൽ അതിൽ ബിലാൽ എന്ന് പറഞ്ഞ കഥാപാത്രം ഇവർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെടുന്നതാണ്. അപ്പം അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മുടെ രീതി ഇതായിരിക്കണം, എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതിലിടപെടേണ്ടത് എന്നുള്ളത് ഡയറക്ടറുടെയൊക്കെ കൃത്യമായിട്ട് നിർദ്ദേശമുണ്ട്. അപ്പം അത്തരം നിബന്ധനകളില്ലാത്ത 2 സിനിമകളായിരുന്നു അപ്പം ബ്രിഡ്ജും കുള്ളൻ്റെ ഭാര്യയും. ഇത്തരം നിബന്ധനകളില്ലാത്ത വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ സ്വതന്ത്രമായിട്ട് എഴുതാൻ പറ്റുന്നത്. ആ സ്വാതന്ത്ര്യം സിനിമയ്ക്കകത്ത് ഭയങ്കര പരിമിതമാണ്. പക്ഷേ എൻ്റെ കഥയിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വതന്ത്രനാണ്. കാരണം എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താനില്ല. ഒരു സമൂഹം വർഷങ്ങളായിട്ട് അത് കൊണ്ടു നടക്കുന്ന വലിയ വിഴുപ്പുകളുണ്ട്. അത് ഈ പറയുന്ന മൊറാലിറ്റി ആവാം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചില നിബന്ധനകളാവാം, അല്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മേൽ നടത്തുന്ന ഒരുപാട് തരം ഈ പറയുന്ന അധികാരമാവാം, അച്ഛനും അമ്മയും മക്കൾക്ക് മേൽ നടത്തുന്ന അധികാരമാവാം, സ്കൂളിൽ അധ്യാപകർ കുട്ടികൾക്ക് മേൽ നടത്തുന്ന അധികാരമാവാം. ഇപ്പം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കൺമുന്നിൽ നിൽക്കുമ്പോൾ നമുക്കെങ്ങനെ നേരെ കഥകൾ എഴുതാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിൽ. അപ്പം ഇത്തരം ഒരുപാട് തരം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം കഥകളിലേക്ക് എത്തുന്നത്. അത് പലപ്പോഴും ആനന്ദമാർഗം എന്ന് പറഞ്ഞ കഥയ്ക്കകത്ത് അത് സ്വാഭാവികമായി അത് സംഭവിക്കുകയാണത്. കാരണം എനിക്കറിയാം മധ്യവയസ്സിന് ശേഷമുള്ള പല സ്ത്രീകളും അനുഭവിച്ചിട്ടുള്ള ഒരുപാട് തരം പ്രശ്നങ്ങൾ. ഇതൊരിക്കലും ഒരു കേരളത്തിലെ ഒരു സാധാരണ സ്ത്രീ ഇതനുഭവിക്കുന്നത് വല്ലാത്തൊരു മാനസിക വ്യഥയുണ്ട്. അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ അസംതൃപ്തികളുണ്ട്, അവരുടെ മാനസികമായ അസംതൃപ്തികളുണ്ട്. കടൽ കാണാത്ത എത്രയോ സ്ത്രീകളുണ്ട്. നമുക്ക് ഇതൊന്നും നമ്മൾ ഒരിക്കലും ആലോചിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഇതൊക്കെയാണ് കാരണം ഇത്തരം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാത്ത. ഇത്തരം കഥാപാത്രങ്ങൾ എൻ്റെ കഥയിലൂടെ വന്നു പോവുക സ്വാഭാവികമാണ്. കാരണം ഞാൻ എവിടേക്കോ വെച്ച് ഇവരെ കാണുകയോ അല്ലെങ്കിൽ ഞാൻ ഇവരെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അതൊരു പ്രൊപ്പഗാൻഡ കഥയായി മാറാതെ ഇത്തരം ശീലങ്ങൾക്ക് എതിരായി നടക്കുക എന്നുള്ളതാണ് എൻ്റെ ശീലം. അതുകൊണ്ടാണ് എൻ്റെ കഥകളിൽ ഞാനൊരു ഇമ്മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സദാചാര വിരുദ്ധമായിട്ടുള്ള കഥകളുടെ സ്വഭാവം തന്നെ മറ്റൊന്നാണ് എന്ന് പൊതുവിൽ ആൾക്കാർ എന്നെക്കുറിച്ച് ആക്ഷേപിക്കുന്നു. അപ്പോൾ ഞാൻ ആ സമൂഹത്തിൻ്റെ പൊതുശീലങ്ങളോട് ഞാൻ ഒരു തരത്തിലും സമരസപ്പെടാനോ അല്ലെങ്കിൽ പൊതുശീലങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാനോ താല്പര്യമുള്ള ഒരാളല്ല. എൻ്റെ കഥകൾ മറ്റൊരു ലോകത്തിൻ്റെയാണ്. ആ ലോകം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു ലോകമാണ്.